പെട്ടെന്നൊരു മധുരം കഴിക്കണമെന്ന് മക്കൾക്ക് അതല്ലെങ്കിൽ വീട്ടിലുള്ള ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ നമുക്ക് ഞൊടിയിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഡെസേർട്ടാണ് ഇത്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ കഴിക്കാൻ നല്ല രുചിയാണ്. ഇതിലേക്ക് നമുക്ക് ജലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും ആവശ്യമില്ല കേട്ടോ. വെറും 4-5 ചേരുവകൾ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു ഡെസേർട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. എന്തായാലും തയ്യാറാക്കി നോക്കാൻ മറക്കുകയും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു ബ്രെഡിൻ്റെ സൈഡ് വശത്തുള്ള ആ ഒരു ബ്രൗൺ കളറിലുള്ളതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ 4ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിലും ചെറുതായിട്ട് വേണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിതുപോലെ 4 പീസാക്കിയിട്ടാണ് ഓരോ ബ്രെഡും കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു നെയ്യ് എല്ലാ വശത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു പീസാക്കിയിട്ടുള്ള ബ്രെഡ് ഇതിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ബ്രെഡ് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് 2 സൈഡൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് മൊരിയിപ്പിച്ചെടുക്കണം. അപ്പോഴാണിത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ 2 ബാച്ചായിട്ട് മുഴുവൻ ബ്രെഡും ഞാനിവിടെ ഫ്രൈ ചെയ്ത് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അടി കട്ടിയിട്ടുള്ള ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 200 മില്ലി കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് മുഴുവനായിട്ടും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഹാഫൊക്കെ ഒഴിച്ചിട്ട് ബാക്കി പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 കപ്പോളം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ 1/2 ഗ്ലാസ് പാലിൽ നന്നായിട്ട് ഒരു കട്ടകളൊക്കെ ഉടച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശേഷം നമുക്കിത് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റോളം ഇളക്കി ഇതൊന്ന് കുറുക്കിയെടുക്കണം. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരും. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഞാനൊരു ബൗളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഇത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. മുഴുവൻ ബ്രെഡും ആദ്യം തന്നെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിവിടെ കുറച്ചേ വെച്ചിട്ടുള്ളൂ, ബാക്കി ഇത് ഒഴിച്ചു കൊടുത്ത ശേഷമാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള എല്ലാ ബ്രെഡും ഇതിലേക്കൊന്ന് മുക്കി വെക്കാം. കുറച്ചും കൂടെ ബാക്കിയുള്ളത് ഞാനിതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ കുറച്ച് പിസ്താഷ്യോ ഇതുപോലൊന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്ത് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. അപ്പോൾ ഇതിനൊന്ന് നന്നായിട്ട് തന്നെ സെറ്റായിട്ട് കിട്ടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇതിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പീസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്